ഡൽഹിയിലെ രാജ്യവിരുദ്ധ കലാപ നീക്കത്തിൽ ദേശീയ സുരക്ഷാ നിയമം പ്രയോഗിക്കാൻ ഉത്തരവിറക്കി കേന്ദ്ര സർക്കാർ. ദേശീയ സുരക്ഷാ നിയമം പ്രയോഗിച്ചതോടെ അഭിജിത് ദീപ് കെ സമരവേദിയിൽ നിന്നും മുങ്ങി. അതിനിടെ ഡൽഹിയിൽ നിഹാങ് സിഖുകളും CJP ഗുണ്ടകളും തമ്മിലടിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. അക്രമങ്ങളിൽ NIA അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്നതിൽ കോടതി വിരുദ്ധ പരാമർശം നടത്തിയിരിക്കുകയാണ് മാധ്യമപ്രവർത്തകൻ രാജ്ദീപ് സർദേശായി. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് S. ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, രാജ്യതലസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അക്രമ പരമ്പരകൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വളരെ കർശനമായ നടപടി ഉണ്ടായിരിക്കുന്നു. ദേശീയ സുരക്ഷാ നിയമം പ്രയോഗിക്കാൻ ഉത്തരവിറക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അപ്പോൾ അക്രമത്തിൽ ഉൾപ്പെട്ട എല്ലാവരെയും ഇവർക്കെതിരെയൊക്കെ കടുത്ത നടപടി ഉണ്ടാകാൻ പോകുകയല്ലേ? കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കർശനമായ നിലപാട് ഉണ്ടായിരിക്കുകയാണ്. ഡൽഹിയിലെ രാജ്യവിരുദ്ധ കലാപ നീക്കത്തിൽ ദേശീയ സുരക്ഷാ നിയമം പ്രയോഗിക്കാൻ ഉത്തരവിറക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതനുസരിച്ച് ഈ അക്രമത്തിന് പ്രേരണ നൽകുന്ന, അക്രമത്തിന് കൂട്ടുനിൽക്കുന്ന ആളുകളെ അടക്കം കരുതൽ തടങ്കലിലടക്കം വെക്കാൻ കഴിയുന്ന വിധത്തിൽ കർക്കശമായ നിയമവ്യവസ്ഥകളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീകാന്ത്, പറയൂ. നീലിമ, ഇപ്പോൾ ദേശീയ സുരക്ഷാ നിയമപ്രകാരം ഈ കലാപകാരികളെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള അധികാരം ഇപ്പോൾ ഡൽഹി കമ്മീഷണർക്ക് നൽകിയിട്ടുണ്ട്. പോലീസ് ഇത് ഈ സമരത്തിന്റെ കലാപത്തിന്റെ ഭാഗമായല്ല ഇത്തരമൊരു ഉത്തരവ് പുറത്തിറക്കിയത് എന്ന് പറയുന്നുണ്ടെങ്കിലും കൃത്യമായ നിർദ്ദേശം അവർക്ക് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നിയമം വന്നതെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ നീക്കങ്ങൾ ആരംഭിച്ചുവെന്നും ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. ഇതിനിടെ NIA അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് ഒരു ഹർജി എത്തിക്കഴിഞ്ഞു. നിഹാങ് സിഖുകളും ഈ സമരക്കാരുമായുള്ള പ്രശ്നങ്ങൾ വീണ്ടും വഷളാവുകയാണ്. പോലീസുകാരെ കയ്യേറ്റം ചെയ്യുകയും സൈന്യത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തതാണ് നിഹാങ് സിഖുകളെ പ്രകോപിപ്പിച്ചത്. അവരിപ്പോൾ ഈ രാജ്യദ്രോഹ കൂട്ടത്തിനെതിരെ അവർ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ദേശീയ സുരക്ഷാ നിയമപ്രകാരം അറസ്റ്റുണ്ടായാൽ 1 വർഷം വരെ കരുതൽ തടങ്കലിൽ വയ്ക്കാം എന്നതാണ് ചട്ടം. അതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളുമായി പോലീസ് പോകുന്നു എന്നതാണ് കിട്ടുന്ന വിവരം. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം അനുസരിച്ച് വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഈ സമരരംഗത്തുള്ള കലാപകാരികൾ വീണ്ടും അക്രമം അഴിച്ചുവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ശ്രീകാന്ത്, ഇപ്പോഴും അവിടെ ഇത്ര വലിയ ഒരു കലാപം സൃഷ്ടിക്കപ്പെടുകയാണ്. വീണ്ടും വീണ്ടും ആളുകൾ ഡൽഹിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. കേരളത്തിൽ നിന്നടക്കമുള്ള ആളുകൾ ആ സമരത്തിന്റെ ഭാഗമായി ജന്തർ മന്ദറിൽ അങ്ങനെ തടിച്ചുകൂടുന്നൊരവസ്ഥയുണ്ട്. ഈ ഫണ്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതല്ലേ? കാരണം NIA ഉൾപ്പെടെ ഈ വിഷയം അന്വേഷിക്കണമെന്നുള്ള ആവശ്യം അതിശക്തമായി ഉയർന്നിരിക്കുകയാണല്ലോ. NIA അന്വേഷണം ആവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിലാണ് ഹർജി വന്നിട്ടുള്ളത്. കോടതി നാളെ പരിഗണിക്കും. മാത്രമല്ല, ഇതിന്റെ വിദേശ ഫണ്ടിങ് അന്വേഷിക്കണം എന്നാണ് ആവശ്യം. ഈ വിദേശ ഫണ്ടിങ് ആവശ്യം ഉയരുകയും അത് കോടതി അംഗീകരിക്കുകയും ചെയ്തതോടെ, ഹർജി കേൾക്കാൻ സമ്മതിക്കുകയും ചെയ്തതോടെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെല്ലാം പരിങ്ങലിലായിരിക്കുകയാണ്. ഇപ്പോൾ രാജ്ദീപ് സർദേശായി തൃണമൂൽ കോൺഗ്രസ് MP സാഗരിക ഘോഷിന്റെ ഭർത്താവാണ്. മാത്രമല്ല മാധ്യമപ്രവർത്തകനുമാണ്. ഇയാൾ ഇപ്പോൾ ഇതിനെതിരെ കോടതിയെ ആക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ അന്വേഷണം ഉണ്ടായാൽ ഈ രാജ്ദീപ് സർദേശായി അടക്കം അവിടെ പോയി ഈ കലാപത്തിന് പ്രേരണ നൽകിയവരുടെ കാര്യം പരിങ്ങലിലാകും. രഞ്ജിനി ഹരിദാസിനെ പോലെയുള്ളവരും ഡൽഹിയിൽ വന്നിരുന്നു. ഇവരുടെ അക്കൗണ്ടുകളിലേക്കൊക്കെ NIA അന്വേഷണം വരും എന്ന സ്ഥിതിയാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. അതേസമയം കൂടുതൽ വിവിധ പാർട്ടികളിൽപ്പെട്ടവരും ഗുണ്ടകളായിട്ടുള്ള ആളുകളും ജിഹാദി സംഘടനകളും ഒക്കെ ഈ കലാപം ഏറ്റെടുത്തിട്ടുണ്ട്. തെരുവിലുടനീളം ഉയർന്നു കേൾക്കുന്നത് നീറ്റുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമല്ല, നേരെ മറിച്ച് നാറാഹെ തക്ബീർ എന്ന മുദ്രാവാക്യവും ആസാദി മുദ്രാവാക്യങ്ങളുമാണ് ഇപ്പോൾ കേൾക്കുന്നത്. ശ്രീകാന്ത്, ഈ നീറ്റ് പരീക്ഷാ ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള
കുറ്റപത്രം CBI ഉടൻ തന്നെ കോടതിയിൽ സമർപ്പിക്കും എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. 13 പ്രതികളെയാണ് CBI അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഇന്ന് പ്രധാനമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞു, ഈ രാജ്യത്തെ യുവാക്കളുടെ ഭാവി, അവരുടെ സുരക്ഷിതത്വം അതിനു മുകളിലല്ല ഒന്നും തന്നെ എന്ന് പ്രധാനമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞു. എന്നിട്ടും വളരെ കൃത്യമായി രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ നീക്കമല്ലേ അവിടെ നടക്കുന്നത്? ഞാൻ ഈ പറഞ്ഞതനുസരിച്ച് ഇവിടെ നീറ്റ് പരീക്ഷയ്ക്കെതിരായ സമരമല്ല നടക്കുന്നത്. നേരെ മറിച്ച് അങ്ങനെ ആയിരുന്നെങ്കിൽ CPയിലെ കൊണാട്ട് പ്ലേസിലെ പ്രാചീൻ ഹനുമാൻ മന്ദിറിന് നേർക്ക് കല്ലെറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ആ ക്ഷേത്രം ടാർഗറ്റ് ചെയ്ത് കല്ലെറിയുകയും ക്ഷേത്രം കത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇന്നലെ രാത്രി. അത് നീറ്റ് പരീക്ഷ നടത്തുന്ന വിദ്യാർത്ഥികളല്ല, എഴുതുന്ന വിദ്യാർത്ഥികളല്ല അത് ചെയ്തത്. നേരെ മറിച്ച് ജിഹാദി സംഘടനകളാണ്. നാരാഹെ തക്ബീർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇവർ ഈ അമ്പലം കത്തിക്കാനുള്ള ശ്രമം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മാത്രമല്ല, ആസാദി മുദ്രാവാക്യങ്ങളാണ് നിലവിലിപ്പോൾ പൂർണ്ണമായും ഉയർന്നു കേൾക്കുന്നത്. അതായത് നീറ്റിന്റെ പേരിൽ തുടങ്ങിയ ഒരു സമരം അതിപ്പോൾ കലാപത്തിലേക്ക് മാറുകയും ഈ കലാപകാരികൾ അത് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിലേക്ക് ജിഹാദി സംഘടനകൾ, ഭീകര സംഘടനകൾ ഉൾപ്പെടെ നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈ നാരാഹെ തക്ബീർ മുദ്രാവാക്യവും അതോടൊപ്പം ആസാദി മുദ്രാവാക്യവും അങ്ങനെ നിഷ്കളങ്കമായി തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. ഓക്കെ ശ്രീകാന്ത്, ഡൽഹിയിലെ രാജ്യവിരുദ്ധ കലാപ നീക്കത്തിൽ ദേശീയ സുരക്ഷാ നിയമം പ്രയോഗിക്കാൻ ഉത്തരവിറക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ദേശീയ സുരക്ഷാ നിയമം പ്രയോഗിച്ചതോടെ അഭിജിത്ത് ദീപ് കെ സമരവേദിയിൽ നിന്നും മുങ്ങിയിരിക്കുകയാണ്. വളരെ വലിയ അക്രമങ്ങളാണ് ഇപ്പോഴും ജന്തർ മന്ദറിൽ തുടരുന്നത്. ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.